നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്നാണ് വിശേഷം? സുഖമാണോ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഗീവയുടെ കാര്യം ഒന്ന് പറഞ്ഞേക്കാം, തുടക്കത്തിലേ പറഞ്ഞേക്കാം. ഇനി അറിയാത്തവരുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് പേഴ്സണലി കമൻ്റൊക്കെ അയക്കുന്നുണ്ട്. എനിക്ക് കമൻ്റ് അയക്കുകയല്ല കേട്ടോ, എനിക്കല്ല, ഞങ്ങളുടെ ബുക്കിംഗ് നമ്പറിലേക്ക് അങ്ങനെയല്ല കേട്ടോ, യൂട്യൂബിലാണേ. അപ്പം ഗീവ് അവേ നടക്കുകയാണ്. ഏറ്റവും ബെസ്റ്റ് കമൻറ്റിന് സബ്സ്ക്രൈബ് ചെയ്യും. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുമാണ്. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾറെഡി ഉള്ളവർ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേക്കൂട്ടം ചെയ്യിച്ചാൽ മതി. ഇത് ചെയ്യുക. 23-ാം തീയതി ലോട്ടിട്ട് എല്ലാ കമൻറ്റിൽ നിന്നും എടുക്കത്തില്ല. നമുക്ക് നല്ലതായിട്ട് തോന്നുന്ന കുറേ കമൻറ്റ്സിൽ നിന്ന് ഒരു കമൻറ്റ് ലോട്ടിട്ട് എടുത്തിട്ട് അതിന് അടിപൊളിയായിട്ടുള്ള ഒരു ഗിഫ്റ്റ്, ക്രിസ്മസ് ഗിഫ്റ്റ്, അതാണ് സമ്മാനം. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നില്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള എവർഗ്രീൻ. ഞാൻ എവർഗ്രീൻ എന്ന് പറയുന്നത് വെച്ചാൽ എൻ്റെ അനുഭവമായി ഞാൻ പറയുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ച് കല്യാണി കോട്ടൺ എവർഗ്രീനാണ്. അത്രയും എൻ്റെ ഓരോ പ്രാവശ്യം കല്യാണി കോട്ടൺ കാണിക്കുമ്പോഴും ഞാൻ ഈ കഥ പറയും. എൻ്റെ ഇസബെല്ലായെ ഇങ്ങനെ ഒരു സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരുന്ന ഇസബെല്ലായെ പെട്ടെന്ന് മുകളിലേക്ക് ഉയർത്തിയ സാരിയാണ് കല്യാണി കോട്ടൺ. വെറും 5 സാരി വെച്ചിട്ട് ഞാൻ ദിവസം വെറുതെ കല്യാണി കോട്ടൺ കാണിച്ചു. അത് ഡെയിലി 100 കണക്കിന് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയൊക്കെ ഒത്തിരി കഥകളുണ്ട് ഇതിനൊക്കെ പിന്നിൽ. അതെല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ആൾക്കാരായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ബോറടിക്കും. പഴയ ആൾക്കാർക്ക് ബോറടിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവർ ഇസബെല്ലയുടെ സബ്സ്ക്രൈബറായിട്ട് തുടരുന്നതും ഡെയിലി വീഡിയോസ് കാണുന്നതും. അപ്പം ഇത് കല്യാണി കോട്ടൺ അടിപൊളി സാരിയാണ്. ഇതിനെപ്പറ്റി വിശേഷണങ്ങൾ എന്താ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനില്ല. എനിക്ക് ഒരേ സമയം ഫങ്ഷൻ വെയർ സാരിയായിട്ടും അതുപോലെ ഡെയിലി വെയർ സാരി എന്ന് പറയുന്നില്ല, ഫങ്ഷൻ വെയർ ആണ്. എന്തുകൊണ്ട് ഡെയിലി കൊടുക്കാൻ മേലായിക ഇല്ലാത്ത ഒരു സാരി. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ ചെക്ക് ഡിസൈൻ ഭയങ്കര ഡിമാൻഡാണ്. എന്നിട്ടിപ്പോൾ പ്ലെയിൻ ബോഡിക്ക് പ്ലെയിൻ വന്നേക്കുന്ന ഒരേ ഒരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം ചെക്ക് ഡിസൈൻസ് ആണ്. നമ്മുടെ കടയിൽ പോലും ഒരെണ്ണം പോലും ചെക്ക് ഡിസൈൻസ് സ്റ്റോക്കില്ല, എല്ലാം സ്റ്റോക്ക് തീർന്നു. അതേസമയം പ്ലെയിൻ ആണെങ്കിൽ കുറച്ചൊക്കെ ഉണ്ട്. കല്യാണിക്കോട്ടൻ എപ്പോഴും നമുക്ക് ആരെങ്കിലും ഒക്കെ ചോദിച്ചു വരും. അതുകൊണ്ട് കുറച്ചൊക്കെ എപ്പോഴും സ്റ്റോക്ക് കാണും. ഇത് ചെക്ക് ഡിസൈൻസ് ഉള്ള നല്ല ബേൺഡ് ഓറഞ്ച് പ്ലസ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ, അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ. ഇതാണ് മുന്താണി. ഇതിനെപ്പറ്റി സാരിയെപ്പറ്റി ഞാനൊന്ന് പറയാം കേട്ടോ. സാരിയെപ്പറ്റി ഞാൻ പറയാൻ പഴയ ആൾക്കാർക്കെല്ലാം അറിയാം. ഇത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള കോട്ടൺ ഒരു ചെറിയൊരു സിൽക്കിൻ്റെ വീവിങ്ങും കൂടി ഇതിനുണ്ട്. തനി കോട്ടൺ അല്ല, മീൻസ് സിൽക്കിൻ്റെ ആണ് വീവിങ്, അല്ലാതെ മിക്സ് അല്ല. സിന്തറ്റിക് മിക്സ് ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. കോട്ടൺ സിൽക്ക് എന്ന് പറയുന്ന ആ ഒരു സാധനവും അല്ല. അപ്പോൾ ഒരേ സമയം ഇതൊരു ഫങ്ഷൻ വെയർ സാരിയായിട്ടും അതുപോലെ തന്നെ കോട്ടൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും. എന്നാൽ കോട്ടന് വേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് സ്റ്റാർച്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സാരിയാണ് ഇത്. ഇപ്പോൾ വന്നിരിക്കുന്ന സാരിയെ പറ്റി ഇനി പറയാം. ഇത് കണ്ടോ, ഈ ഒരു കോപ്പർ വീവിങ് ആണ് ഇതിൻ്റെ മുന്താണിയും ഫുള്ള് പോയിരിക്കുന്നത്. ബോഡി ഇങ്ങനെ ടെമ്പിൾ ബോർഡർ, നല്ല ക്ലാസ് ആയിട്ടുള്ള സാരി കേട്ടോ. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇടാം. നല്ല കംഫർട്ടാണ്, ബോഡിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല സുഖമായിട്ടിടാം. ഇപ്പം നിലവിൽ കുറച്ച് യൂണിഫോം ആയിട്ട് തരണമെങ്കിൽ, അതായത് എണ്ണത്തിൽ കൂടുതൽ ചിലർക്ക് ഇപ്പം സീസണൊക്കെ അല്ലേ, ഓണം ക്രിസ്മസ് അങ്ങനത്തെ സീസണൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ ബ്ലൗസാണ് തപ്പുന്നത്. ഇത് കേട്ടോ, ഇതാണ് ബ്ലൗസ്. ആ മുന്താണിയിൽ വന്നേക്കുന്ന അതേ ലൈൻസ് വന്നിട്ട് ആ ഡിസൈൻ ഇല്ലാതെ ബ്ലൗസ് അടിപൊളിയായിരിക്കും. നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും ഈ കളേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇപ്പോഴത്തെ ഹിറ്റായിട്ടുള്ള ഒരു കളറുകളിലൊന്നാണ് ബേൺഡ് ഓറഞ്ച്. ഈ വർഷത്തെ ഒരു എല്ലാവർക്കും വേണ്ട ഒരു കളറും എല്ലാവർക്കും ചേരുന്ന ഒരു കളറും ആർക്കും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു കളറും ആണ് ബേൺഡ് ഓറഞ്ച്. ആരോ അത് ബേൺഡ് ഓറഞ്ച് നമ്മൾക്ക് കണ്ടിട്ടില്ലാത്തത് ലൈറ്റ് കത്തുന്നേക്കുന്നു. ബേൺഡ് ഓറഞ്ച് നമ്മൾ കണ്ടിട്ടില്ലാത്തതല്ല, പക്ഷെ 1-2 കളറുകൾ കൂട്ടി മിക്സ് ചെയ്തെടുത്ത് വന്നപ്പം ബേൺഡ് ഓറഞ്ചിന് ഒരു പ്രത്യേകത വന്നു. അങ്ങനെയാണ്. ഇതാണ് സാരി. ഇഷ്ടമുള്ളൊരു വേഗം വാങ്ങിച്ചോ. നിങ്ങൾ ഇതൊരിക്കലും ഇതിനെ ഒരു നോർമൽ ചുമ്മാ ഒരു സാരി ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഇത് നല്ല ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ്. താഴെ ഇട്ടു, പൊട്ടിച്ചു. ഇനി അടുത്ത വേറെ കളർ. ഇതിനകത്ത് ഞാൻ ഓൾറെഡി നേരത്തെ കൊണ്ടുവന്ന ഇത് ചിലതിനുണ്ടല്ലോ റേറ്റ് എല്ലാത്തിനും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ ചിലതിന് ബോർഡറിൽ കസവില്ല. കസവ് മീൻസ് ഈ ഒരു ഇതില്ല, ചിലതിനുണ്ട്. അങ്ങനെയാണ്. ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. ഇപ്പം ബേൺഡ് ഓറഞ്ച് കാണിച്ചതിനില്ല.
ഞാൻ പറയാൻ വന്നതെന്ന് യൂണിഫോം ആയിട്ട് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് തരാനാണെങ്കിൽ. ഒരേ കളർ സാരി തന്നെ ഒത്തിരി എണ്ണം വേണം. ഒത്തിരി ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണത്തില്ല, ഉറപ്പായിട്ടും കാണത്തില്ല. ഇന്ന് നാളെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട്. ലെമൺ യെല്ലോ വിത്ത് വയലറ്റ്, ഇതും ഒരു സമയത്ത് ഹിറ്റായ ഒരു നമ്മുടെ കൊടുത്തതിലെ കളറാണ്. അത് പക്ഷേ ചെക്ക് ഡിസൈൻ അല്ലായിരുന്നു, അല്ലാത്ത ഡിസൈൻ. ചെക്ക് ഡിസൈനിൽ ഇത് ചെക്ക് ഡിസൈൻ അല്ലാത്തതിന് ഇച്ചിരി കൂടി റേറ്റും വ്യത്യാസമുണ്ട്. റേറ്റ് കുറവാണ്. ചെക്ക് ഡിസൈൻ വരുമ്പം റേറ്റ് ഇച്ചിരി കൂടുതലുണ്ട്. കേട്ടോ, ഈ ഒരു കസവ് ഇതാണ് മുന്താണി. ഇതിൻ്റെ ബ്ലൗസ് കാണിക്കാം. ബ്ലൗസ് ചെക്ക് വന്നിട്ട് ഈ ഒരു കസവ് വരും. അടിപൊളി സാരി കേട്ടോ. നിങ്ങൾ ഫംഗ്ഷന് പോകണമെങ്കിൽ ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ചു കൊടുത്തോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നുകൊണ്ട് ഒരു കാരണവശാലും ഒരു പകിട്ട് കുറഞ്ഞു പോവോ ഒന്നും വരത്തില്ല. നമുക്ക് ഇന്നലെ ഒത്തിരി ഇഷ്ടം പോലെ നല്ല ബഡ്ജറ്റ് റേറ്റിലുള്ള നല്ല നല്ല സാരികൾ വന്നിട്ടുണ്ട് ഷോപ്പിൽ. ഓൺലൈനിൽ എങ്ങനെയാകും അത് കാണിക്കാനെല്ലാം പറ്റുമോ എന്നറിയില്ല. അതിൽ മാക്സിമം ഞാൻ ശ്രമിക്കാം. ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ലാത്തൊരു കളറാണ്, ഇതുവരെ വന്നിട്ടില്ലാത്തൊരു കളറുമാണ് ലാവണ്ടർ. ലാവണ്ടറിൻ്റെ ലൈറ്റ് ലാവണ്ടറും ഞാൻ പറഞ്ഞിട്ടില്ലേ, ലാവണ്ടർ എന്ന് പറയുന്നത് വിശ്വാസം മുട്ടുന്നു. ലാവണ്ടർ എന്ന് പറയുന്ന വയലറ്റിൻ്റെ അനിയത്തിയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ. കറക്റ്റാ ഉണ്ടോ ചേച്ചി, അനിയത്തിയും കൂടെ. ഇത് ഡാർക്ക് ലാവണ്ടർ, ഇത് ലൈറ്റ് ലാവണ്ടർ. ഡാർക്ക് ലാവണ്ടർ അല്ല, വയലറ്റ് പ്ലസ് ലാവണ്ടർ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് അങ്ങനെ വന്നതാണ്. ഇതുണ്ട് ഇങ്ങനെ ഒരു കസവായിട്ട്. ബ്ലൗസ് കാണിക്കണ്ടല്ലോ. ഈ ഒരു ലൈൻസ് വന്നിട്ട് ഇത് പ്ലെയിൻ ആയിട്ട് ഈ ഒരു കസവും കൂടെ വരുന്നതാണ് ബ്ലൗസ്. അടുത്തത് നല്ല പാരറ്റ് ഗ്രീൻ വിത്ത് റെഡിഷ് മെറൂൺ. എന്ത് രസമെന്ന് പറയും. ഇത് ആ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടും നമുക്ക് ഭയങ്കരമായിട്ട്. നല്ല ഭംഗിയാണ്. എനിക്ക് ഉടുത്തൊരെണ്ണം കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വലിയ വാര്യപ്പെട്ടൊക്കെ ഇരുന്നു, അന്നേരത്തേനും പറ്റിയില്ല. പാരറ്റ് ഗ്രീൻ വിത്ത് റെഡ്. എന്താണ് കണ്ടോ, നല്ലല്ലേ. നേവി ബ്ലൂ ആണോ ഇത്? നേവി ബ്ലൂ വിത്ത് പാരറ്റ് ഗ്രീൻ. ഇത് ആദ്യം കാണിച്ചതിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി വരുന്നതിന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒന്നും നോക്കിയില്ല. കളേഴ്സ് കുറേ എണ്ണം സെലക്ട് ചെയ്തതേ ഉള്ളൂ. എന്നെ ആദ്യം വന്നതിന് മാത്രമേ ഉള്ളൂ ടെമ്പിൾ ബോർഡർ എന്നേ എനിക്ക് തോന്നുന്നു. അറിയത്തില്ല, നൂർത്തൂർത്ത് വരുമ്പോൾ അറിയാം. നല്ലൊരു നേവി ബ്ലൂ വിത്ത് പാരറ്റ് ഗ്രീൻ, നല്ല കോമ്പിനേഷനാണ്, നല്ല രസമാണ്. അതിങ്ങനെ നിങ്ങൾ ഈ മുന്താണിയൊക്കെ ഇങ്ങനെ വിതർത്തിയിട്ട് ഉടുത്തൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ഭംഗി. ഒരു വെറൈറ്റി കോമ്പിനേഷൻസ് ആണ്. അതായത് പിന്നെ കളറാണെങ്കിലും ഇതിൻ്റെ ഈ കല്യാണിക്കോട്ടന് വരുന്ന എല്ലാ കളറുകളും അങ്ങനെയാണ്. ഇപ്പോൾ വയലറ്റ് ആണ്, വയലറ്റിൻ്റെ ഏറ്റവും ഡീപ്പായിരിക്കും. പാരറ്റ് ഗ്രീൻ ആണ് അതിൻ്റെ ഏറ്റവും ഡീപ്പായിരിക്കും. പെട്ടെന്നൊരു എടുപ്പ് തോന്നിക്കുവേ. ഒത്തിരി കളർ വേണ്ട, ഇച്ചിരി മീൻസ് കളർഫുൾ ഒത്തിരി ചിലർക്ക് ഇഷ്ടമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഇതെടുത്തോ. ഇതെന്നാ കളറെന്ന് ചോദിച്ചാൽ ഒരു ഈ സ്ലേറ്റിൻ്റെ കളറെന്നോ സിമൻറ്റ് കളർ എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെയൊക്കെ ഒരു സാമ്യതയുള്ള ഒരു കളറ്. പിന്നെ നല്ല ബോട്ടിൽ ഗ്രീൻ. ആ കോമ്പിനേഷൻ നിങ്ങൾ നോക്ക്, എന്നാ ഒരു സ്റ്റാൻഡേർഡ് ഫീലാണെന്ന് നോക്ക്. നല്ല രസമല്ലേ. ഇതിനിപ്പോൾ 1499 അങ്ങനെ എന്തോ റേറ്റ്. പക്ഷെ 1% പോലും നിങ്ങൾ വിഷമിക്കേണ്ട, നല്ല ഇതാണ്. അത് ഞാൻ ആണ് അതിന് ഗ്യാരണ്ടി പറയുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. അത്രയ്ക്ക് നിങ്ങളുടെ സാരികളുടെ ശേഖരത്തിൽ എപ്പോഴും ഒരു അസറ്റ് തന്നെയാണ് ഒരു കല്യാണിക്കോട്ടൻ്റെ സാരി. ഇതില്ലേ ബ്ലാക്ക് വിത്ത് യെല്ലോ, നല്ലൊരു കോമ്പിനേഷനാണ്. ഇവിടുത്തെ യെല്ലോ ഇച്ചിരി ഒരു മാംഗോ യെല്ലോയുടെ ഡാർക്കാണ്. പക്ഷേ ഈ ഒരു ബ്ലാക്കും കൂടെ ചേർന്ന് വരുമ്പോൾ ഭയങ്കര ഒരു എടുപ്പാണ് കേട്ടോ. ബ്ലൗസ് ഞാൻ ഓരോന്നും കാണിക്കാത്തത് ഈ മുന്താണിക്ക് വരുന്ന ഈ ലൈൻസോട് കൂടി ഇങ്ങനെ കയ്യിൽ ഈ ഒരു ഇല്ലേ ബോർഡറുമായിട്ട് വരുന്നതാണ് ബ്ലൗസ് കേട്ടോ എല്ലാത്തിനും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അതുകൊണ്ടാണെന്നല്ല, അതാന്ന് ഒരെണ്ണം കണ്ടുല്ലോ. അപ്പം എളുപ്പമുണ്ടല്ലോ എനിക്ക്. ഇടയ്ക്കൊന്ന് കണ്ണാടി നോക്കിയോട്ടെ. കണ്ണാടി നോക്കി തിരിച്ച് കാണിക്കാറുണ്ടോ? കാണിച്ചിട്ടില്ലേ, ഇനി തൊട്ട് കാണിക്കണം. കാണിക്കാത്തവരാരും കാണത്തില്ല. ആദ്യം കണ്ണാടിയോട് വേണം ചിരിക്കാൻ. കണ്ണാടിയോട് ചിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളോട് തന്നെ ചിരിക്കണം, നമ്മളോട് തന്നെ സ്നേഹിക്കണം. അത് സ്വാർത്ഥത സ്നേഹം, ആ സ്നേഹമല്ല.
നമ്മളെ ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആര് നമ്മളെ ബഹുമാനിക്കണമെന്ന് പറയാൻ പറ്റുമോ? മസ്റ്റാർഡ് മാംഗോ യെല്ലോടെ ഒരു മഞ്ഞയും വെച്ച് പറയില്ലേ, അതാ സാധനം. നല്ലൊരു സൈസ് യെല്ലോ വിത്ത് ഗ്രീൻ. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഈ മഞ്ഞ കളർ വേണമെന്നാണ് പറയുന്നത്. എന്തോ പറയുന്നത്, ഇങ്ങനെ വിശ്വാസത്തിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളാണ്. അതിനകത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ഡ്രസ്സ് ശേഖരത്തിനകത്ത് ഈ മഞ്ഞയും പച്ചയും കളർ വേണം എന്ന് പറയുന്നുണ്ട്. എന്നാന്ന് എനിക്കറിയില്ല, എനിക്കില്ല കേട്ടോ. ഉണ്ടോ? മഞ്ഞയും പച്ചയും കൂടെ വരുന്നതില്ലെന്നാണ് തോന്നുന്നത്. ഉണ്ടോ? ഇല്ല. അതിന് ബോട്ടം ഉണ്ടെങ്കിൽ ഷോൾ ഉണ്ടെങ്കിൽ ഷോൾ എടുക്കുകയല്ലോ, അതല്ലേ. എന്താണ് ഇങ്ങനെ ചെക്ക വിട്ടതെല്ലാം അടുപ്പിച്ച് കാണിച്ചിട്ട് കാണിക്കണ്ടായിരുന്നു. ഡാർക്ക് മെറൂൺ വിത്ത് ബ്ലാക്ക്. ഇങ്ങനത്തെ എല്ലാം പ്ലെയിനിൽ നിങ്ങൾ ഈ കളേഴ്സൊക്കെ കണ്ടിട്ട് കാണും. ഞാൻ തന്നെ കാണിച്ച് നിങ്ങൾ കണ്ടിട്ട് കാണും. പക്ഷേ വെള്ളിയാണിക്കോട്ടൻ്റെ ഏറ്റവും വലിയ ഗുണം മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോൾഡിങ്. ഡാർക്ക് മെറൂൺ വിത്ത് ബ്ലാക്ക്. ചെക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് കാണത്തില്ല, അതാ ഞാൻ പറയാൻ വന്നത്. മഞ്ഞയും പച്ചയല്ലേ മുമ്പേ കണ്ടേ, ആ മഞ്ഞ തന്നെ. മഞ്ഞയും നേവി ബ്ലൂ. ഇഷ്ടമുള്ള കളർ എടുത്തോ. കണ്ടോ, നല്ല കളറല്ലേ, നല്ല കളർ തോന്നിക്കുന്ന കളറല്ലേ. എന്നെ വിളിക്കുന്ന കേട്ടാ നിങ്ങള്, ഇങ്ങനെ എന്നെ വിളിക്കുന്നു. ക്യാമറയുടെ മുന്നേ കിടന്ന് അലറാൻ പറ്റുമല്ലേ? ഇങ്ങോട്ട് നോക്ക്, പറയാൻ പറ്റുമല്ലേ? പറയുന്നത് തന്നെ ഞാൻ ക്യാമറയുടെ മുന്നേ എന്നൊക്കെയാ പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ചുമ്മാ ഈ ക്യാമറ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ മസിൽ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാപ്പാടമൊക്കെ പഠിച്ച് വലിയ പ്രിപ്പറേഷനൊക്കെ പോയിട്ട് വരും. എനിക്ക് അതിനൊന്നും പറ്റത്തില്ല. ഞാൻ ആയിട്ട് തന്നെ നിങ്ങളെല്ലാം എന്നെ കണ്ടാൽ മതി. എൻ്റെ മോഹമൊക്കെ ഇടിമിച്ച് കുത്തിയൊക്കെ ഇരിക്കുമ്പോഴും സാരില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെന്നെ ഞാൻ എന്താണോ അങ്ങനെ കാണുന്നല്ലേ നല്ലതല്ലേ. അതിൽ പുട്ടിയൊന്നും ഇടാമെന്നിങ്ങനെ പുട്ടിയൊന്നും ഇട്ടിട്ടില്ല. ഒത്തിരി പറയും കള്ളമല്ലേന്നല്ലേ വിചാരിച്ചേ. എന്നാ നോക്ക്, ഇതുണ്ടോ പുട്ടി എന്ന് പറഞ്ഞാൽ കളിയാക്കി പറയുന്നല്ല കേട്ടോ. മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന് വേറെ ഭാഷ പറയുന്ന, പിള്ളേരുടെ ഭാഷ പറയുന്നു. പച്ച വിത്ത് നല്ല റാണി പിങ്ക്. വയലറ്റ് റാണി പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, വാടാമുല്ല കളർ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് കേട്ടോ. വാടാമുല്ല കളറാണേ. നല്ല പച്ച, നല്ല കരിമ്പച്ച വിത്ത് വാടാമുല്ല കളർ. ഇനി ഒരു സാരി കല്യാണിക്കോട്ടൻ്റെ തന്നെ ബോഡി പ്ലെയിൻ ആയിട്ടുള്ള ചെക്ക്, പക്ഷെ അതിൻ്റെ ഡിസൈനിലുള്ള വ്യത്യാസമുണ്ട്. സിൽവർ ബോർഡറാണ്. അടിപൊളി സാരിയാണേ. എനിക്ക് എല്ലാം വേണേ. കണ്ടോ ഇതിൻ്റെ മനോഹാരിത? നിങ്ങൾ കണ്ണുകൾ കൊണ്ട് ഒപ്പി 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 എടുക്കുക. ആ രസം നോക്ക്. ഡാർക്ക് മെറൂൺ വിത്ത് ബ്ലാക്ക് വിത്ത് സിൽവർ. ബ്ലൗസ് കാണിക്കട്ടെ. ഇതിന് ബ്ലൗസിന് വ്യത്യാസമുണ്ട്. ചെക്കല്ല, പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ. ഇനി ഞാനൊരു എൻ്റെ തലയൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്കിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തല്ല കേട്ടോ. എനിക്ക് പ്രഷറല്ല, അങ്ങ് പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. എന്നിട്ടൊരു വാട്ടർമെലൺ ജ്യൂസൊക്കെ മധുരം കൂട്ടിയൊക്കെ ഇട്ട് കുടിച്ചിട്ടൊക്കെ ഞാൻ നിന്ന് ഈ ചളി മുഴുവൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമോ? സത്യമായിട്ടും പറയാം, സെൻറ്റിക്ക് പറയുന്നല്ല, ഉള്ള കാര്യം പറയുന്നുള്ളൂ. ഇത് കല്യാണിക്കോട്ടനല്ല, വളരെ ബഡ്ജറ്റ് റേറ്റിലുള്ള ചെക്ക് ഡിസൈൻ കാണിച്ച കൂട്ടത്തിൽ ഇതും കൂടെ ഞാനത് കാണിച്ചെന്നേ ഉള്ളൂ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫങ്ഷൻ വെയർ സാരി. നിങ്ങൾ നോക്ക്, ഇങ്ങനത്തെ സാരികളൊക്കെ പല സ്ഥലത്തും കാണിക്കുമ്പോൾ പല വിലയുടെ വലിയ 1000, 2000, 4000 ഒക്കെ പറഞ്ഞ് കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ആൾക്കാർ അങ്ങനെ ധരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം 2000-നും 4000-നും 5000-നും ഒക്കെ വിൽക്കുന്ന സാരി സ്റ്റഫിലൊരു ചെറിയ വ്യത്യാസങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ വളരെ സൂക്ഷിച്ച് അത്രയ്ക്ക് എക്സ്പേർട്സ് നോക്കിയാലേ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. ബിലോ 1000 ആണെന്നാണ് എൻ്റെ ഓർമ്മ ഈ സാരിയുടെ റേറ്റ്. കണ്ടോ, നല്ല നേവി ബ്ലൂ വിത്ത് ചെക്ക് വിത്ത് ഇതേ ഈ ഒരു ലൈൻസ് വരും മുന്താണിയായിട്ട്. ബ്ലൗസ് കൂടെ നോക്കാവേ.
ഡാർക്ക് പിങ്കാണ്. ഇതാണ് ബ്ലൗസ് കേട്ടോ. ഡാർക്ക് പിങ്കാണ് ബോർഡറായിട്ട് വരുന്നത്. ഇനി അതിലും രസമായിട്ട് വേറെണ്ണം ഞാൻ കാണിച്ചു തരാം. അധികം രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുക്കാന്നല്ല എൻ്റെ അർത്ഥം. കറുപ്പിനോടൊരു ഇഷ്ടം കൂടുതലാണല്ലോ എനിക്ക്. എല്ലാവർക്കും തന്നെ അതെ, ലേഡീസ് മജോറിറ്റിക്കും കറുപ്പിനോടൊരു എന്താണ്ടൊരു സംഭവമുണ്ട്. അതൊന്നെല്ലാം കെട്ട് കണക്കിന് വേപ്പറാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ബ്ലാക്ക് വിത്ത് റെഡ്. രസം നോക്ക്. ഈ സാരി ഇത്രയും റേറ്റേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം പറയണം, കാണുന്നവരുടെ അടുത്ത് ഒന്ന് പറയണം. എന്നാൽ മാത്രമേ വിചാരിക്കത്തുള്ളൂ. നിങ്ങൾ 2000 പറഞ്ഞു 3000 പറഞ്ഞാൽ പോലും ആരും അയ്യോ പിന്നെ എന്ന് പറയില്ല. അത്രയ്ക്ക് നല്ല സ്റ്റഫാണ് ഇതിൻ്റെ ബോഡിക്ക്. ഒരിക്കലും ഒരു സിന്തറ്റിക് ഫീലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഒതുങ്ങുകയില്ല. ഇടുന്നുണ്ടോ നല്ല ഒന്നാന്തരമായിട്ട് ഒതുങ്ങി വരും. കാഞ്ചീപുരം സാരീസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ. ഭയങ്കര റേറ്റ് കൂടിയ സാരികൾ വരുമ്പോഴത്തേക്കും അത് ഒതുങ്ങി ഒതുങ്ങി ചുരുട്ടിക്കൂട്ടി ഒരു കുഞ്ഞൊരു എന്നാ പറയുന്നത് ബോക്സിനകത്ത് കൊള്ളുന്ന അത്രയാക്കി എടുക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ പോലെ വരും. ഉണ്ടോ 2 സൈഡിൽ ഒരേപോലത്തെ ബോർഡർ. എന്താണ് വന്നിട്ടത് ഇങ്ങനെ ബ്ലൗസ്. ഇത് വരും ബ്ലൗസ്. ഓ പുറത്ത് കാണിക്കായിരുന്നല്ലേ. ഞാൻ ഓർക്കുക ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനത്തെ സാരിയൊക്കെ ഭയങ്കര നല്ല റേറ്റ് അല്ലേ അന്നൊക്കെ എന്ന് പറയാം. ഇങ്ങനെ ഇത്ര റേറ്റിലൊന്നും ബഡ്ജറ്റ് റേറ്റിലൊന്നും ഇങ്ങനെ ഫംഗ്ഷൻ വെയർ സാരികളൊന്നും കിട്ടത്തില്ല അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ചെറിയ പ്രായത്തിൽ, അതായത് ഒരു 10 രൂപ കൊല്ലും ഒന്നുമില്ല. ഞാൻ ചളി അടിക്കുന്നില്ല. പരിപാടി നിർത്തിയിട്ട് വേഗം വെക്കോളാം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഗീവറയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗീവറയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പോലും നല്ല കമൻസും സജഷൻസും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം തരിക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ എന്നാ പറയുന്നത് ബലം എന്ന് പറയുന്നത്. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർ ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. പർച്ചേസ് എല്ലാം നന്നായിട്ട് ചെയ്യുക. താങ്ക് യു.